Hello, dears. We are moving on to our next chapter, that is liquidation of company. All this amalgamation, internal reconstruction, and liquidation of company forms part of your second module. And the first two modules, the first module which we dealt with was holding companies, and the second one with this amalgamation, internal reconstruction, and liquidation are the most important topics in this whole syllabus. So in this video, we'll be discussing about what is liquidation, what are the scope of liquidator, and what are the different ways in which process in which liquidation activities are being carried out. So moving on, liquidation, by the name itself, you may know that it's a process in which the company is brought to an end. ഒരു കമ്പനീനെ ഇല്ലാതാക്കുന്ന ആ കമ്പനീൻ്റെ ആക്ടിവിറ്റീസ് അവസാനിപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. ഓൾസോ ദ അസറ്റ്സ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി ആർ റീഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഓണേഴ്സ്. അപ്പോൾ ലിക്വിഡേഷൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാവുന്നത്? അതുവരെയുള്ള ബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അസറ്റ്സൊക്കെ നമ്മൾ വിറ്റിട്ട് അതൊക്കെ ക്രെഡിറ്റേഴ്സിൻ്റെ ഇടയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ക്രെഡിറ്റേഴ്സ് ആൻഡ് ഓണേഴ്സ്. ഇഫ് എനിത്തിങ് ഇസ് ലെഫ്റ്റ് ആഫ്റ്റർ ഗിവിംഗ് ടു ക്രെഡിറ്റേഴ്സ്, then it will be given to the owners, that is the shareholders. Liquidation is also referred to as winding up or dissolution, although dissolution is technically refers to the last stage of dissolution, liquidation. അപ്പോൾ നമ്മൾ ഇതിനെ വൈൻഡിങ് അപ്പ് എന്ന് പറയാറുണ്ട്, ഡിസൊല്യൂഷൻ എന്ന് പറയാറുണ്ട്. പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ലിക്വിഡേഷൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയുക. പക്ഷേ ഇതൊക്കെ നമ്മൾ ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. An administrative person called a liquidator has to be appointed by the board of directors. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരാളെ ലിക്വിഡേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് പേഴ്സൺ, നമ്മൾ ഈ ലിക്വിഡേറ്റർ എന്നുള്ള വാക്ക് നമുക്ക് പരിചിതമാണ്. എപ്പോഴാണ് അമാൽഗമേഷൻ്റെ അകത്ത് ഇപ്പോൾ രണ്ട് കമ്പനീസ് ഇല്ലാതായിട്ട് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ ലിക്വിഡേറ്റർ ഓഫ് വെൻഡർ കമ്പനി എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. ആ ലിക്വിഡേറ്റർ തന്നെയാണ് ഈ ലിക്വിഡേറ്റർ. ആഫ്റ്റർ ഓൾ ദീസ് പ്രോസസ് ദ നെയിം ഓഫ് ദ കമ്പനി വിൽ ബി സ്റ്റക്ക് ഓഫ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ്. പിന്നെ ആ കമ്പനി ഉണ്ടാവില്ല. ദ കമ്പനി സീസസ് ടു എക്സിസ്റ്റ്, ഇല്ലാതാവും. സ്കോപ്പ് ഓഫ് വർക്ക് ഓഫ് ലിക്വിഡേറ്ററിലേക്ക് നമ്മളൊന്ന് പോവാം, ഒന്ന് കേട്ടാൽ മതി. ദ സ്കോപ്പ് ഓഫ് ലിക്വിഡേറ്റേഴ്സ് വർക്ക് ഇസ് ഗിവൻ അണ്ടർ സെക്ഷൻ 35 ഓഫ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ആൻഡ് ഇറ്റ് ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് ബിലോ. അപ്പോൾ നമുക്കിപ്പോൾ 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഉള്ള കുറേ കാര്യങ്ങളിൽ നമുക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്, ലിക്വിഡേറ്ററുടെ വർക്ക് കമ്പനീസ് ആക്ടിൽ പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ, കാരണം ഈ IBC ആണ് പ്രിവെയിൽ ചെയ്യുക. രണ്ട് ആക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടിനകത്തും കോൺട്രാഡിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ IBC ആണ് പ്രിവെയിൽ ചെയ്യുക. അങ്ങനൊരു ക്ലോസ് IBC ആക്ടിനകത്തുണ്ട്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡാണ് IBC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ലിക്വിഡേറ്റർ ഹാസ് ടു വെരിഫൈ ഓൾ ദ ക്ലെയിംസ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് അവകാശപ്പെടുന്ന അവരുടെ ക്ലെയിംസ് എന്തൊക്കെയാണെന്നുള്ളത് അത് വെരിഫൈ ചെയ്യേണ്ട പണി ആരുടെയാണ്? ലിക്വിഡേറ്ററുടെയാണ്. He has to take control and custody of all assets, effects and actionable claims of debtors, property, etc. അപ്പോൾ ഇയാളാണ് എല്ലാത്തിനെയും കസ്റ്റഡിയിൽ വയ്ക്കുക. അതായത് എന്തൊക്കെ അസറ്റ്സ് ഉണ്ട്, ഇനി ആരൊക്കെ ഇങ്ങോട്ട് തരാനുണ്ട്, ആർക്കൊക്കെ കൊടുക്കാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം അന്വേഷിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് ഇനി കൺട്രോളിൽ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നു. ആൻഡ് ഹി ടേക്സ് കൺട്രോൾ ഓഫ് ഓൾ ദീസ് തിങ്സ്. Then to enumerate the property and assets of corporate debtors in the way prescribed by the board and has to prepare a report on it. ഇപ്പോൾ നമുക്ക് തരാനുള്ള ആൾക്കാർ, നമ്മുടെ തരാനുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടി അത് നമുക്ക് എന്തിൻ്റെ മുകളിലാണ്, നമുക്കത് സെക്യൂർഡ് ആണോ നമുക്ക് തരാനുള്ളത്, അത് അവരുടെ ഏത് പ്രോപ്പർട്ടീൻ്റെ മുകളിലാണ് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ലിക്വിഡേറ്ററാണ്. Then to protect the property and assets of the corporate debtors when he considers it necessary. ഇപ്പോൾ ഡെറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും ലിക്വിഡേറ്ററാണ്. ദെൻ കണ്ടിന്യൂയിങ് ആൻഡ് ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ഓഫ് കോർപ്പറേറ്റ് ലിക്വിഡേറ്റേഴ്സ് ഫോർ ദ ബെനിഫിഷ്യൽ ലിക്വിഡേഷൻ ഇഫ് ഹി കൺസിഡേഴ്സ് ഇറ്റ് നെസസറി. ലിക്വിഡേഷൻ നെസസറി ആണെന്ന് തോന്നുന്ന സമയത്ത് അത് ചെയ്യുകയും കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് അത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന. ഇപ്പോൾ IBCയിൽ നമ്മളോട് എവിടെയാണ് ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ അവർ ലിക്വിഡേഷൻ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുന്നത്. ദേ വിൽ ഗിവ്
നമ്മുടെ ഒരു പ്ലാൻ കൊടുക്കും, അതിനെ റീഇൻഫോഴ്സ് ചെയ്യാനുള്ള ഒരു പ്ലാൻ. അതായത് നഷ്ടത്തിലോടുന്ന കമ്പനിയാണ്, ലിക്വിഡേഷനെ വഴിയുള്ളൂ എന്നൊക്കെ തോന്നുന്ന സമയത്ത് അവർക്കൊരു പുതിയ പ്ലാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് ഐദർ ഫോർ ക്യാരിങ് ഔട്ട് ബിസിനസ് ഓർ ടു, അല്ലെങ്കിൽ ഒന്നുകിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ അവരുടെ സ്കീം, അവർ പറഞ്ഞിട്ടുള്ള റീസ്ട്രക്ചറിങ് സ്കീംസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പിലേക്ക് പോകണം. Then to inquire about the financial affairs of the corporate debtor is to compose unnoticed and preferential transactions. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അഫെയർസ് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പ്രിഫറൻഷ്യൽ ട്രാൻസാക്ഷൻസ്, ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുക. അപ്ലൈയിങ് ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, IBCൻ്റെ ഉള്ളിലുള്ളതാണ്. IBCൻ്റെ ഭാഗമായിട്ട് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ ഒരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുക. അപ്പോൾ അവരെടുത്ത് അപ്ലൈയിങ് ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഫോർ ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ദാറ്റ് മേ ബി നെസസറി ഫോർ ദ ലിക്വിഡേഷൻ ഓഫ് ദ കോർപ്പറേറ്റ് ഡെറ്റേഴ്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ പ്രോഗ്രസ് ഇൻ മാനർ പ്രിസ്ക്രൈബ് ബൈ ദ ബോർഡ്. ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റീൻ്റെ അടുത്ത് ഓർഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ആൻഡ് ടു റിപ്പോർട്ട് ദ പ്രോഗ്രസ്, എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് അറിയിക്കുക. ഇതൊക്കെയാണ് ലിക്വിഡേറ്ററുടെ ജോലി. ആൻഡ് പെർഫോമിങ് എനി അതർ ഫംഗ്ഷൻ ദാറ്റ് ആർ സ്പെസിഫൈഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ സ്പെസിഫൈ ചെയ്യുന്ന വേറെ എന്ത് ആക്ടിവിറ്റീസും നമുക്ക് ലിക്വിഡേറ്റർക്ക് ക്യാരി ഔട്ട് ചെയ്യാം, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലിക്വിഡേറ്ററുടെ ഒരു സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിംസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അസറ്റ്സ് ഒക്കെ അവരുടെ കൺട്രോളിൽ വരുത്തി ആ അസറ്റ്സിൻ്റെ മുകളിൽ അസറ്റ്സ് വിറ്റ് ഇത് ക്രെഡിറ്റേഴ്സിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അത് IBCൻ്റെ ഇതിലേക്കും കൂടെ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇവരുടെ റീസ്ട്രക്ചറിങ്, റീഇൻഫോഴ്സ് ചെയ്യാനുള്ള പ്ലാനുകൾ എന്നൊക്കെ മനസ്സിലാക്കി അത് പ്രകാരം കൂടെ പ്രവർത്തിക്കേണ്ടത് ലിക്വിഡേറ്ററുടെ ഉത്തരവാദിത്തമായിട്ട് വരുന്നു. Now, the procedure for winding up of company is given under Section 270 of Companies Act 2013. It can be initiated by the tribunal or voluntary. അപ്പോൾ ഇതിനകത്തും പക്ഷെ നമുക്ക് 2013 കമ്പനീസ് ആക്ടിൽ ഇങ്ങനെ ബൈ ട്രിബ്യൂണൽ ആൻഡ് ബൈ വോളണ്ടറി ഉണ്ട്. ആ വോളണ്ടറി എന്ന് പറയുന്നത് ഇപ്പം IBC വന്നതിന് ശേഷം 2016 IBC വന്നതിന് ശേഷം ഈ വോളണ്ടറി എന്നുള്ളത് മാറ്റിയിട്ട് ബൈ ദ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റുന്നുണ്ട്. പക്ഷേ നമ്മളെ ബുക്കുകളിലൊക്കെ ഇങ്ങനെയാണ് അതിൻ്റെ തിയറി പോർഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു കോൺട്രാഡിക്ഷൻ ഉണ്ട്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ശരിക്കും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ശരിക്കും അത് വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യണമെങ്കിൽ IBCൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ ആ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അണ്ടർ ദ IBC ആണ് അതിനുള്ള സമ്മതം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ബൈ ദ ട്രിബ്യൂണൽ ഇതിനൊരു കുഴപ്പമില്ല, ഇതിങ്ങനെ തന്നെയാണ്. As prescribed in the New Companies Act 2013, the companies can be wound up by the tribunal in the below mentioned situations or circumstances. ട്രിബ്യൂണൽ അത് വൈൻഡ് അപ്പ് ചെയ്യുക ഈ സിറ്റുവേഷൻസിലാണ്. when a company is not able to pay debt owned by it. അവരുടെ കടങ്ങൾ വീട്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു കമ്പനി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് കമ്പൽസറി വൈൻഡിങ് അപ്പിലേക്ക് പോവാം. ഇഫ് ദ കമ്പനി ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ റിസോൾവ്സ് ടു വൈൻഡ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ. അപ്പോൾ ട്രിബ്യൂണൽ വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ, അത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ നമുക്കറിയാം 2/3 മെജോറിറ്റി ഒക്കെ വേണം. എല്ലാ മെമ്പേഴ്സും പങ്കെടുത്ത് ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിലേക്ക് പോവാം. ഇഫ് എ കമ്പനി ഹാസ് ഡൺ സം ആക്ടിവിറ്റീസ് വിച്ച് ആർ അഗെയിൻസ്റ്റ് ദ ഇൻറ്റഗ്രിറ്റി, the morality of the nation, or has threatened the security of the state, or has spoiled, damaged the friendly relation with neighboring or foreign countries. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ആക്ടിവിറ്റീസ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിക്കും മൊറാലിറ്റിക്കും ഒക്കെ എഗൻസ്റ്റ് ആണ്, ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്താനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ നമുക്കും ട്രിബ്യൂണലിന് വൈൻഡിങ് അപ്പ് ഓർഡർ ചെയ്യാം. ഇഫ് ദ കമ്പനി ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ആൻഡ് ഫയൽഡ് ഇറ്റ്സ് ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട്സ് ഫോർ 5 കോൺസിക്യൂട്ടീവ് ഫിനാൻഷ്യൽ ഇയേഴ്സ്, 5 വർഷത്തേക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് 5 വർഷമായിട്ടും ഇവരുടെ ആനുവൽ റിപ്പോർട്ട്സ് ഒന്നും റെഡി ആയിട്ടില്ലെങ്കിൽ, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, കംപ്ലീറ്റ് ചെയ്തിട്ട് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴും അത് വൈൻഡിങ് അപ്പിലേക്ക് ലീഡ് ചെയ്യാം. Then if the tribunal itself finds or thinks that the wound up of the company is equitable and just in nature, ട്രിബ്യൂണലിന് തോന്നാണ് ഇത് ജസ്റ്റിഫൈഡ് ആണ്, ഈ കമ്പനി നിലനിൽക്കുന്നതിൽ നല്ലത് പൂട്ടുന്നതാണെന്ന് തോന്നിയാൽ അത് ചെയ്യാം.
Then when the company is involved in fraudulent, illegal activities or any other unlawful business in any way, or any person from the company or management itself is connected with such formation of company and has been found guilty for fraud or any activities of misconduct. അപ്പോൾ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്, മറ്റേത് ഇൻറ്റഗ്രിറ്റി മൊറാലിറ്റീനൊക്കെ തകർക്കുന്നതായിരുന്നു ആദ്യം പറഞ്ഞത്. ഇതിനകത്ത് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്, അൺലോഫുൾ ബിസിനസ്സൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടൊരു പേഴ്സൺ, ഈ കമ്പനീൻ്റെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തി ഇതുമായിട്ട് ഫ്രോഡ് ആക്ടിവിറ്റീസ്, മിസ്കണ്ടക്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ട്രിബ്യൂണലിന് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇനി വളണ്ടറി വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്, ദ കമ്പനി ക്യാൻ ഡൂ ദ വളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ ഹാവിങ് മ്യൂച്വൽ കൺസെൻറ്റ് ആൻഡ് ഡിസിഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ഇൻ ദ ഫോളോവിങ് കണ്ടീഷൻസ്. ഇഫ് ദ കമ്പനി പാസസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പോയിൻറ്റിങ് ഔട്ട് ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ വളണ്ടറി വൈൻഡിങ് അപ്പിലേക്ക് പോവാം. Then if the company passes a resolution in its general meeting for winding up of the company because of the expiry of the period of its duration fixed by the articles of association. ഇപ്പോൾ ചില കമ്പനീൻ്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഡ്യൂറേഷൻ ഓഫ് എ കമ്പനി ഫിക്സ് ചെയ്ത് 10 കൊല്ലത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പീരീഡ് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അതിൻ്റെ വൈൻഡിങ് അപ്പിലേക്ക് പോവാം. അറ്റ് ദ ടൈം ഓഫ് ഒക്കറൻസ് ഓഫ് സച്ച് ഇവൻറ്റ്സ് വെയർ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ഫോർ ദ ഡിസൊല്യൂഷൻ ഓഫ് ദ കമ്പനി. അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്യാണ്. ആർട്ടിക്കിൾസ് പറയുന്നതിനകത്ത് അത് കമ്പനീൻ്റെ സെറ്റ് ഓഫ് റൂൾസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുകയാണ് ഇങ്ങനെയൊക്കെ വന്നാൽ ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യും എന്ന് മുന്നേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സിറ്റുവേഷൻ വരികയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളണ്ടറി വൈൻഡിങ് അപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് ഒരു പ്രിലിമിനറി ടു ആ ചാപ്റ്ററിലേക്ക് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ടെക്നിക്കൽ ഇഷ്യൂസ് അപ്പാർട്ട്, ഒരു കമ്പനിക്ക് വേണമെങ്കിൽ കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാം. കമ്പൽസറി വൈൻഡിങ് അപ്പ് പറഞ്ഞാൽ വൈൻഡിങ് അപ്പ് ബൈ ദ ട്രിബ്യൂണലാണ്. അപ്പോൾ ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് ഒരു കമ്പനിയോട് നിർബന്ധമായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ട്രിബ്യൂണൽ ആവശ്യപ്പെടുക, ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് ഒരു കമ്പനി വോളണ്ടറി ആയിട്ട് വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നോട്ട്സ് ഒന്ന് റഫ് എന്താ പറയുക, ലെക്ചർ നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് എഴുതി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.